JK റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നലെ നൈറ്റിൽ ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ഒരു വോട്ടിംഗ് അപ്ഡേറ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിർബന്ധമായും വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമുക്ക് വീഡിയോയിലോട്ട് ആകാം. ജയിലിലെ അതിമനോഹരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ. അതായത് അനീഷും ആദിലയും കിടന്നിട്ടുള്ള ആ ഒരു ഡേ. എനിക്ക് തോന്നുന്നു ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ജയിൽവാസം ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് അഖിൽമാരാരും ജുനൈസും ഒരുമിച്ച് കിടന്ന ഒരു ഡേ ആയിരുന്നു. അത്ര എൻജോയ്മെൻ്റ് ആയിരുന്നു അതിനകത്ത്. ഒരു സ്ട്രഗിളുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജുനൈസ് ചെറുതായി ചൊറിഞ്ഞുവെങ്കിലും അന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. പക്ഷേ ഇന്നലെ നല്ല സ്നേഹ സംഭാഷണങ്ങളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. അനീഷിൻ്റെ നല്ല മനസ്സ് പുറത്തോട്ട് വന്നു നല്ല. അതുപോലെ തന്നെ ആദില നന്നായിട്ടുണ്ടായിരുന്നു അവരുടെ ജയിൽവാസത്തിൻ്റെ ആ സീൻസ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മളെ വോട്ടിംഗ് റിസൾട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് നമ്മളെ അനീഷേട്ടനാണ് തീ പാറി നിൽക്കുന്നത്. ഒരു ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഹയസ്റ്റ് പോളിംഗ് ആണ് ഇന്നലെ. വോട്ടിംഗ് റിസൾട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത്. 40% വോട്ട് അനീഷേട്ടന് ഇന്നലെ കിട്ടിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ഷാനുക്കാണുള്ളത്. 20% വോട്ടുകളോടെ ഷാനുവാസ് ഉണ്ട്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ലക്ഷ്മിയാണ്. വേദലക്ഷ്മിയാണ് മൂന്നാം സ്ഥാനം കയറിയിരിക്കുന്നത്. നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ആദിലയാണ്. ഇന്നലെ രാവിലെ വരെ അടിയിലോട്ട് പോയിരുന്നെങ്കിലും ഇന്നലെ വൈകിട്ടോടുകൂടി ആൾക്ക് നല്ല വോട്ടോടുകൂടി കയറി വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചുകൊണ്ടാണ് ആദില കയറി വന്നത്. ആദില ഒരു 6ാം സ്ഥാനം 7ാം സ്ഥാനം വരെ പോയിരുന്നു മിനിഞ്ഞാന്ന് രാത്രി വരെ. പക്ഷെ ഇന്നലെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആദില 4ാം സ്ഥാനത്തോട്ട് കയറി വന്നിട്ടുണ്ട്. 5ാം സ്ഥാനം പങ്കിടുന്നത് ജിസേലാണ്. 6ാം സ്ഥാനത്ത് അക്ബർ ഖാൻ കുറച്ച് മുകളിലായിരുന്നു. ആദില താഴെ പോയ സമയത്ത് അക്ബറായിരുന്നു മുകളിൽ പോയിരുന്നത്. അതുപോലെ ജിസേലിൻ്റെ മുകളിലോട്ട് പോയിരുന്നു അക്ബർ. ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ വന്നപ്പോൾ 6ാം സ്ഥാനത്തോട്ട് എത്തിയിട്ടുണ്ട്. 7ാം സ്ഥാനം പങ്കിടുന്നത് ജിഷിനാണ്. ജിഷിന് ആദ്യം തിങ്കളാഴ്ച മൺഡേയിലെ വോട്ടിങ് നല്ല കനത്ത വോട്ടിംഗ് ആയിരുന്നു. പിന്നെ അതിന് ശേഷം കുറച്ച് ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജിഷിനാണ്. 8ാം സ്ഥാനം പങ്കിടുന്നത് ആര്യനാണ്. ബിന്നിയുടെ താഴെയായിരുന്നെങ്കിലും അവസാന നിമിഷം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ആര്യനാണ് 8ാം സ്ഥാനം പങ്കിടുന്നത്. ഇനി പറയുന്ന ആൾക്കാരാണ് ഡേഞ്ചർ സോണിലുള്ളത്. 9ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബിന്നിയും 10 സാബ്മാനും 11 അഭിലാഷാണ്. ആര്യൻ വരെയുള്ളവരെല്ലാം സേഫ് സോണിലാണ്. അവരൊരിക്കലും പുറത്തു പോയില്ല. ബിന്നി, സാബ്മാൻ, അഭിലാഷ് ഇവർ 3 പേരിൽ ഒരാളായിരിക്കും ഈ ആഴ്ച പുറത്തു പോകാൻ പോകുന്നത്. ഡബിൾ എവിക്ഷൻ ആണെങ്കിൽ അഭിലാഷ് സാബ്മാൻ അല്ലെങ്കിൽ അഭിലാഷ് ഡോക്ടർ ബിന്നി. ഇതിൽ ആര് വേണമെങ്കിലും പുറത്തോട്ട് പോകാം. ഒരുപക്ഷെ സാബ്മാനും ബിന്നി ആയിരിക്കാം, അല്ലെങ്കിൽ അഭിലാഷും സാബ്മാനായിരിക്കാം. ലാലറ്റിൻ്റെ ഷൂട്ട് കഴിയുകയാണെങ്കിൽ അത് ആരാണ് പുറത്താവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായി.